നമ്മുടെ മനസ്സിനെ ഉല്ലാസഭരിതമാക്കുവാനുള്ള ഒരേ ഒരു സാധ്യതയാണ് വായന. നമ്മുടെയൊക്കെ വീടുകളിൽ ഗ്രന്ഥശാലകളുണ്ട്, സ്വകാര്യ ഗ്രന്ഥശാലകൾ. പലപ്പോഴായി വാങ്ങിക്കൂട്ടിയ പുസ്തകങ്ങളുണ്ട്. അവയെല്ലാം ആസ്വദിച്ച് വായിക്കുവാനുള്ള അനർഘമായ അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് നമ്മൾ പരമാവധി ഉപയോഗിക്കുകയാണ് വേണ്ടത്. വായിക്കുന്നത് പലപ്പോഴും വായനക്കാർ മാത്രമല്ല, എഴുത്തുകാരും വായിക്കുന്നവരാണ്. വായനക്കാർ വായിക്കുമ്പോഴും എഴുത്തുകാർ വായിക്കുമ്പോഴും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ളതാണ് വായന നൽകുന്ന സവിശേഷമായ ഒരു പ്രത്യേകത. പ്രൊഫസർ എം കൃഷ്ണൻ നായർ വായനയുടെ ഒരു മഹാപുരുഷനായിരുന്നു, വായനയുടെ ഒരു ഉപാസകനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കാതെ വായനയെക്കുറിച്ച് ആർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല. സെക്രട്ടേറിയറ്റിൽ നിന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഞങ്ങളൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് എതിർവശത്തുള്ള NBSൽ നിന്നും അദ്ദേഹം ഒരു കെട്ട് പുസ്തകങ്ങളെ വളരെ വാത്സല്യത്തോടെ തൻ്റെ വശങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കുടയുമായി ഇറങ്ങി വരുന്നതും നമ്മുടെ മഹാനഗരത്തിൻ്റെ മഹാവീഥിയുടെ അരികുപറ്റി അദ്ദേഹം ആ പുസ്തകങ്ങളും പേറിക്കൊണ്ട് നടന്നു നീങ്ങുന്നതും വളരെയധികം നയനാനന്ദകരമായ ഒരു കാഴ്ചയായിരുന്നു. ഒരു ദിവസം ഞാൻ സെക്രട്ടേറിയറ്റ് ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒരു പുതിയ ഉദ്യോഗസ്ഥനാണ്. എന്നെ കണ്ടപാടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു, സാറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്താണ്? സാർ, മാമൺ ആർട്ട് എഴുതിയ ആരാണ്? എന്താണ്? മാമൺ ആർട്ട് എഴുതിയത് ആരാണ്? ഞാനങ്ങനെ ഒരു ആർട്ടിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല. എനിക്ക് തോന്നി അയാൾ വളരെ സീരിയസ് ആണ്, അറിയാൻ വേണ്ടി തന്നെയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് പറഞ്ഞുവല്ലോ, ആ പുസ്തകക്കെട്ടുമായി സഞ്ചരിക്കുന്ന ആ എൻസൈക്ലോപീഡിയ ഉണ്ടല്ലോ, പ്രൊഫസർ എം കൃഷ്ണൻ നായർ, അദ്ദേഹത്തിൻ്റെ രൂപം ഓർമ്മ വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ കറക്കി. കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫോൺ എടുക്കുന്നത്. ഞാൻ വളച്ചുകെട്ടിനൊന്നും നിന്നില്ല, ആ മുഖത്തിനൊന്നും നിന്നില്ല. ഞാൻ ചോദിച്ചു, സാർ, മാമൺ ആർട്ട് എഴുതിയ ആരാണ്? അപ്ടൺ സിൻക്ലെയർ. വെട്ടിമുഴക്കം പോലെ അദ്ദേഹം പറഞ്ഞു, ഫോണും വെച്ചു. നോക്കണം, എത്ര കൃത്യമായി വ്യക്തമായി, ഒരു നിമിഷത്തെ പുനരാലോചന പോലും വേണ്ടാതെ അദ്ദേഹം പറയുകയാണ്. അതാണ് വായനയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അവരുടെ മനസ്സിനെ അത് നവീകരിച്ചുകൊണ്ടേയിരിക്കും, മനസ്സ് കൂടുതൽ ഉന്മിഷത്തായിക്കൊണ്ടേയിരിക്കും. ഡോക്ടർ സൂര്യനാട് കുഞ്ഞൻപിള്ള, മഹാപണ്ഡിതൻ, അദ്ദേഹത്തിനെ ഒരിക്കൽ ഞാൻ കാണാൻ ചെന്നു. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്താണ്, അവസാന ഘട്ടത്തിലാണ്. ചെല്ലുമ്പോൾ രാത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെളിച്ചമുണ്ട്. നോക്കുമ്പോൾ അദ്ദേഹം ചാരുകസേരയിൽ നിന്ന് വായിക്കുകയാണ്, വളരെ ഗൗരവമായി വായിക്കുകയാണ്. ആ മുറിയിൽ ഞാനൊന്ന് പരിധി നോക്കി. എങ്ങും പുസ്തകങ്ങൾ, തുറന്നു വെച്ച പുസ്തകങ്ങൾ, മാർക്ക് ചെയ്ത പുസ്തകങ്ങൾ, അദ്ദേഹം അപ്പോൾ വായിച്ചിട്ട് മാറ്റിവെച്ച പുസ്തകങ്ങൾ. പിന്നീട് ഞാൻ അറിഞ്ഞത്, രാത്രി വൈകുവോളം അദ്ദേഹം ഇങ്ങനെ വായിക്കുമത്രേ, പുലർച്ചെ എഴുന്നേറ്റ് വീണ്ടും വായിക്കുമത്രേ. നോക്കണം, വായനയോടുള്ള ആ ഉപാസന. പക്ഷെ ഇങ്ങനെ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ വായന നമ്മളെ വല്ലാതെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും, മാനസികമായി നവീകരിച്ചു കൊണ്ടിരിക്കും, നമ്മളെ മാനസികമായി സ്ഫുടീകരിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ പ്രതിഫലനങ്ങളും അനുരണനങ്ങളും നമ്മളുടെ ഓരോ പ്രവർത്തനത്തിലും ചിന്തയിലും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ പോയാൽ, വെറുതെ വായിക്കുകയാണെങ്കിൽ അത് നിരർത്ഥകമാണ്. അതുകൊണ്ടാണല്ലോ പണ്ടൊരു പണ്ഡിതൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് മാറ്റിയപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞത്, ഒരു അലമാരയ്ക്ക് തീ പിടിക്കുന്നു എന്ന്. കാരണം അദ്ദേഹം ഒരു അലമാരയായിരുന്നു. ഈ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന അലമാരയ്ക്ക് തുല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സും ഹൃദയവും. വായനയുടെ ശക്തി സമാനതകളില്ലാത്തതാണ്. അങ്കിൾ ടോംസ് ക്യാബിൻ എഴുതിയ ഹാരിയറ്റ് ബിച്ചാർ സ്റ്റോവ് 19-ാം നൂറ്റാണ്ടിൽ 1852 പ്രസിദ്ധീകരിച്ച കൃതിയാണ്. എന്തൊരു മാറ്റമാണ് അമേരിക്കൻ ജീവിതത്തിൽ അത് വരുത്തി തീർത്തത്. അമേരിക്ക ഒരു ആഭ്യന്തര യുദ്ധത്തിന് പോലും
അത് വഴിവെച്ചു. കാരണം ആ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യം അവിടുത്തെ അടിച്ചമർത്തപ്പെട്ട അമേരിക്കക്കാരുടെ, ആഫ്രിക്കൻ അമേരിക്കക്കാരുടെ ജീവിതമായിരുന്നു. അവരുടെ തിക്താനുഭവങ്ങളെക്കുറിച്ച്, അവരുടെ വിഷമതകളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച്, ദുഃഖങ്ങളെക്കുറിച്ച് സത്യസന്ധമായും സുതാര്യമായും ആവിഷ്കരിക്കുന്ന കൃതിയായിരുന്നു അത്. അത് പ്രസിദ്ധീകരിച്ച വർഷത്തിൽ തന്നെ 3 ലക്ഷത്തോളം കോപ്പി വിറ്റഴിഞ്ഞു. ഗ്രേറ്റ് ബ്രിട്ടനിൽ 1 മില്യൺ പ്രതികളാണ് വിറ്റഴിഞ്ഞത്. 19ാം നൂറ്റാണ്ടിൽ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിൽപ്പന നടന്ന പുസ്തകം അങ്കിൾ ടോംസ് ക്യാബിനായിരുന്നു. അതുകൊണ്ടാണല്ലോ എബ്രഹാം ലിങ്കൺ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ചോദിച്ചത്, അമേരിക്കയിലെ ആഭ്യന്തര കലാപത്തിന് വഴിമരുന്നിട്ട പുസ്തകം എഴുതിയ ആ കുട്ടി നീയായിരുന്നുവല്ലേ? വായനയുടെ ശക്തിയാണത്. ഒരു പുസ്തകത്തിൻ്റെ ആശയത്തിൻ്റെ സ്വാധീന ശേഷിയാണത്. ഒരു ജനതയെ ഒന്നടങ്കം സ്വാധീനിക്കുകയും അവരുടെ മനസ്സിൽ വിപ്ലവത്തിൻ്റെ ജ്വാല പടർത്തുകയും ചെയ്ത ഒരു പുസ്തകം. അതുകൊണ്ടാണ് ഒമർ ഖയാം തൻ്റെ വിഖ്യാതമായ റൂബിയാത്തിൽ അങ്ങനെ എഴുതിയത്. സ്വർഗം ഭൂമിയിൽ സൃഷ്ടിക്കുന്ന പ്രത്യേകമായ അനുഭവതലത്തെ പ്രതിപാദിക്കുമ്പോൾ അദ്ദേഹം പറയുമല്ലോ, ചിന്താസുന്ദര കാവ്യവും പലതരം ഭോജ്യങ്ങളും ചെന്നിറം ചിന്തി പൂമ്പത പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫാടിക കിണ്ണവും പൈന്തേൻ നേർമൊഴി മാമരത്തണലിൽ നിൻ സംഗീതവും. ഇതൊക്കെ ചേരുമ്പോൾ പറുദീസയ്ക്ക് തുല്യമായി തീരുന്നു, ഭൂമിയിൽ സ്വർഗം വിരചിതമാകുന്നു എന്ന് അദ്ദേഹം പറയും. അങ്ങനെ അദ്ദേഹം സ്വർഗം സൃഷ്ടിക്കുന്നതിന് വ്യാഖ്യാനിക്കുന്ന, വിശദീകരിക്കുന്ന ഘടകങ്ങൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് പുസ്തകത്തെക്കുറിച്ചാണ്. ചിന്താസുന്ദരമായ കാവ്യം. പുസ്തകം അങ്ങനെയാവണം, ചിന്താബന്ധുരമാവണം. പുതിയ ആശയങ്ങളും പുതിയ അനുഭവങ്ങളും പുതിയ അനുഭൂതികളും പകർന്നു തരുന്നതായിരിക്കണം. അതുകൊണ്ടാണ് റീഡിംഗ് മേക്കത്തെ ഫുൾ മാൻ എന്ന് ഫ്രാൻസിസ് ബേക്കൺ, ഇംഗ്ലീഷ് ഗദ്യസാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞത്. അമേരിക്കയിലെ ആ കവയിത്രിയുണ്ടല്ലോ എമിലി ഡിക്കിൻസൺ, അവർ വായനയെ ഒരു കപ്പലിനോടാണ് ഉപമിച്ചത്. വായന മാത്രമാണ് മനുഷ്യരെ കടലുകൾക്കപ്പുറത്തുള്ള കാണാ കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഉപാധി എന്ന അർത്ഥത്തിലാണ് വായന ഒരു കപ്പലാണ് എന്നവർ പറഞ്ഞത്. വള്ളത്തോൾ പക്ഷേ കപ്പലിനോടല്ല, അദ്ദേഹം വിമാനത്തിനോടാണ്, ഫ്ലൈറ്റിനോടാണ് വായനയെ ഉപമിച്ചത്. വായനക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ സങ്കല്പവായു വിമാനത്തിലേറിയാലും സങ്കല്പവായു വിമാനത്തിൽ അദ്ദേഹം വായനക്കാരെയും കൊണ്ട് ഒരു ഉല്ലാസയാത്ര പോവുകയായിരുന്നു. അത് യുഗങ്ങൾക്ക് പിന്നിലേക്കായിരുന്നു, ത്രേതായുഗത്തിലേക്ക്. വായിക്കാൻ നമ്മൾ പലപ്പോഴും ഓരോ സ്ഥലങ്ങൾ തേടി നടക്കുന്നവരുണ്ട്. ടെറസിൽ പോയിരുന്ന് വായിക്കുന്നവരുണ്ട്, മുറി അടച്ചിരുന്ന് വായിക്കുന്നവരുണ്ട്, സിറ്റ് ഔട്ടിലിരുന്ന് വായിക്കുന്നവരുണ്ട്, ട്രെയിനിലിരുന്ന് വായിക്കുന്നവരുണ്ട്, ഫുട്ബോൾ കാണുന്നതിനിടയിലും വായിക്കുന്നവരുണ്ട്. വായനയ്ക്ക് പ്രത്യേകമായ ഒരു സ്ഥലം ആവശ്യമില്ല. ഒരു പുതിയ സാധ്യത ആവിഷ്കരിച്ചിരിക്കുകയാണ് ഷിംലയിൽ ബുക്ക് കഫേ എന്നൊരു പുതിയ ആശയം. കഫേയാണ്, പക്ഷെ അവിടെ പുസ്തകങ്ങളുണ്ട്. മായ ബസാറിനടുത്ത് ഷിംലയിൽ സഞ്ചാരികളെ പോലും ആകർഷിക്കുന്ന വിധത്തിലാണ് ബുക്ക് കഫേ സെറ്റ് ചെയ്തിരിക്കുന്നത്, സജ്ജീകരിച്ചിരിക്കുന്നത്. അത് നടത്തുന്നതോ 4 ചെറുപ്പക്കാർ. അവരാരാണെന്നല്ലേ? തടവുകാരാണ്. ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട 4 ചെറുപ്പക്കാർ. അവർ ഇതിനു മുമ്പ് രുചിയെക്കുറിച്ചോ വായനയെക്കുറിച്ചോ മുന്നനുഭവങ്ങളൊന്നുമില്ലാത്ത 4 ചെറുപ്പക്കാർ. അവരുടെ തടവ് ജീവിതത്തിൽ നിന്ന് അവർക്കൊരു മോചനം ലഭിച്ചിരിക്കുന്നു, വായന സമ്മാനിക്കുന്ന പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക്. വളരെ പുലർച്ചയ്ക്ക് തന്നെ കഫേ തുടങ്ങുകയാണ്. രാത്രി 9 മണി വരെ കഫേയിലെ പ്രവർത്തനം നീളുകയും ചെയ്യും. ഒരു കോഫി കുടിച്ചുകൊണ്ട്, ലൈറ്റ് റിഫ്രഷ്മെൻറ്റ് കഴിച്ചുകൊണ്ട് അവർ പുസ്തകം വായിച്ചുകൊണ്ട് മാറിയിരിക്കുന്നു. വിശ്വോത്തരമായ രചനകൾ, ഗ്രന്ഥങ്ങളെല്ലാം അവിടെ ലഭ്യമാണ്. നോക്കണം, പുതിയൊരു സാധ്യത, വായന സമ്മാനിക്കുന്ന സമാനതകളില്ലാത്ത ഒരു മഹാകാശം അവിടെ
വിരചിക്കപ്പെട്ടിരിക്കുന്നു. പുസ്തകത്തെക്കുറിച്ച് പറയും. പുസ്തകം കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. പുസ്തകം വനിതാ വിത്തം, പുസ്തകം മാത്രമല്ല, പുസ്തകം വനിതാ വിത്തം പരഹസ്തഗതം, വേറൊരാളുടെ കയ്യിൽ പോയോ ഗതം, പോക്കാണെന്നാണ്. നമ്മുടെ സങ്കീർത്തനം, ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതി ഇറങ്ങിയ കാലത്ത് വീട്ടിൽ വരുന്ന ചില സുഹൃത്തുക്കളോട്, സാഹിത്യതൽപരായ സുഹൃത്തുക്കളോട് ഈ കൃതിയെക്കുറിച്ച് പലപ്പോഴും ഞാൻ ചർച്ച ചെയ്തിരുന്നു. അതിലെ ചില രംഗങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അതിൽ ദസ്തോവ്സ്കിയുടെ പുതിയ കൃതി പകർത്തി എഴുതാൻ ചെല്ലുന്ന അന്നയുടെ ചില മാനസികാവസ്ഥകൾ വളരെ ശ്രദ്ധേയമാണ്. ഒരു ദിവസം അന്ന തീരുമാനിക്കുകയാണ്, നാളെ മുതൽ വരുന്നില്ല, ഇനിയും ഈ ഇതെല്ലാം തുടർന്നാൽ തൻ്റെ ജീവിതം ഒരുപക്ഷെ വഴിമാറിപ്പോയേക്കും. അവൾ തീരുമാനിച്ചു ഇനി വരുന്നില്ല. അടുത്ത ദിവസം വല്ലാത്ത ഹൃദയഭാരത്തോടെ പകൽ മുഴുവൻ അവൾ ചെലവഴിക്കുകയാണ്. അമ്മ വന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തോട് ഇങ്ങനെ കാണിച്ച് ശരിയായില്ല. അപരാഹ്നമാകുമ്പോൾ അവൾ താഴെ വന്ന് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ വാതിൽക്കൽ മുട്ട്. അമ്മ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ അദ്ദേഹമാണ് ദസ്തോവ്സ്കി. അന്ന ഇല്ലേ? അദ്ദേഹത്തിൻ്റെ പതറിയ ശബ്ദം. ഇല്ല, അമ്മ കള്ളം പറയുന്നു. എവിടെ പോയി? അവളുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി. എന്ന് വരും? 2-3 ദിവസം കഴിയും. ഇന്നലെ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. വരുമ്പോൾ ദസ്തോവ്സ്കി വന്നിരുന്നു എന്ന് പറയണം. അദ്ദേഹം തിരിച്ചു പോകുന്നു. അന്നയ്ക്ക് കാണാം അദ്ദേഹം പോകുന്നത്. പിന്നെ പിടിച്ചു നിൽക്കാൻ അന്നയ്ക്ക് കഴിയുന്നില്ല. ആ രാത്രിയിൽ അവൾ നേരം പുലരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രാവിലെ തന്നെ അവിടെ എത്തി. വളർത്തിവിലും നേരത്തെ എത്തി. പടവുകൾ കയറി അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ അവിടെ വെളിച്ചമുണ്ട്. ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ടില്ല. അദ്ദേഹം എഴുതുകയാണ്. ആരോടുള്ള പ്രതികാര ബുദ്ധിയോടെ എന്ന പോലെ അദ്ദേഹം എഴുതിക്കൊണ്ടേയിരിക്കുന്നു. മുറി നിറയെ കടലാസ് കഷ്ണങ്ങൾ. അദ്ദേഹം ചുരുട്ടി താഴെ എറിഞ്ഞ കടലാസ് കഷ്ണങ്ങൾ. അന്നെ കാണുമ്പോൾ അദ്ദേഹം ഞെട്ടി നോക്കുകയാണ്. അന്ന വന്നുവല്ലേ? നേരം പുലർന്നുവല്ലേ? ഞാനൊന്നും അറിഞ്ഞില്ല, എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന വേഗം ആ മുറി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹം പറയും, ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗും ഇവിടുത്തെ ആകാശവും ഭൂമിയും എല്ലാം പഴയതുപോലെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ വരാം. ആ ഒരു നിമിഷമുണ്ടല്ലോ, ആ ഒരു രംഗമുണ്ടല്ലോ, അത് ആവിഷ്കരിച്ചതിൻ്റെ തീവ്രതയുണ്ടല്ലോ, അതെല്ലാം വളരെ വിശദമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേട്ടിരുന്ന ആളങ്ങ് എഴുന്നേറ്റു. ഇവിടെ ഒരു സങ്കീർത്തനം പോലെയുടെ കോപ്പിയുണ്ടോ? ഞാൻ ഉടൻ തന്നെ എടുത്തു കൊടുത്തു. ഞാൻ മറ്റന്നാൾ കൊണ്ടുവരാം. ഒരിക്കലും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ 5-6 പുസ്തകങ്ങൾ, ഈ സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിൻ്റെ 5-6 കോപ്പികൾ ഇതേപോലെ ഈ രംഗം പറഞ്ഞതിൻ്റെ പേരിൽ പലരും എടുത്തുകൊണ്ട് പോയി. ഒരിക്കലും ഒരാൾ വന്ന് എടുത്തുകൊണ്ട് പോയത് ഡിക്ഷണറിയാണ്. വായിച്ചിട്ട് തരാം ഡിക്ഷണറി. പുസ്തകം വനിതാ വിത്തം പരഹസ്തഗതം ഗതം എന്നാണ്. അപ്പോൾ പുസ്തകം നമ്മൾ ഒരു നിധി പോലെ, ഒരു സ്വകാര്യ സ്വത്ത് പോലെ വീണ്ടും വീണ്ടും റെഫർ ചെയ്യുവാനുള്ള ഒരു വലിയ ഗ്രന്ഥമെന്ന പോലെ അതിനെ പരിപാലിക്കേണ്ടതാണ്, സമീപിക്കേണ്ടതാണ്. പുസ്തകം ഏറ്റവും വലിയ കൂട്ടുകാരനാണ്. പുസ്തകം നമ്മുടെ ഗുരുവാണ്. പുസ്തകം നമ്മുടെ ആശ്വാസ ബിന്ദുവാണ്. ആ വിധത്തിൽ വിവിധ തരത്തിലാണ് പുസ്തകത്തിൻ്റെ സാധ്യതകൾ. ഗ്രാമത്തിലെ പെൺകുട്ടികൾ പണ്ട് പാഠശാലയിലേക്ക് പോകുമ്പോൾ പുസ്തകം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ചങ്ങമ്പുഴ എഴുതിയത്, ഒരു കൈയിൽ 4-5 പുസ്തകവും. ഒരു പെൺകുട്ടി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടുത്ത നിമിഷം കവിത പിറക്കുകയാണ്. ഒരു കൈയിൽ 4-5 പുസ്തകവും മറുകൈയിൽ ഒരു കൊച്ചു കുടയുമായി ഇതിലെ നടന്നു കടന്നു പോമാ പുതുതായി പൂമുട്ടിട്ട മുല്ലവല്ലി എന്ന് പറയുമ്പോൾ പുസ്തകത്തിന്, അവൾ കൊണ്ടുപോകുന്ന പുസ്തകത്തിന് അവളുടെ ഒരു സഖിയുടെ റോളാണുള്ളത്. സാധാരണ പുസ്തകം വായിക്കുന്നത് ആരൊക്കെയാണ്? സമയം നീക്കാൻ വേണ്ടി വായിക്കുന്നവരുണ്ട്. ട്രെയിനിൽ ഇരുന്ന് വായിക്കുന്നവർ അങ്ങനെയുള്ളവരാണ്. ട്രെയിൻ വരാൻ ലേറ്റാകുമെന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് വായിക്കുന്നവരും അങ്ങനെയുള്ളവരാണ്. പിന്നെ അധ്യാപകർ വായിക്കും. കുട്ടികളോട് പ്രതിബദ്ധതയുള്ള അധ്യാപകർ പാഠഭാഗങ്ങളിൽ നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല വായിക്കുക. അവർ പുതിയ പുതിയ പുസ്തകങ്ങളും അതിലെ ആശയങ്ങളും സ്വാംശീകരിക്കുകയും ക്ലാസ്സിൽ കുട്ടികളോട് പങ്കുവയ്ക്കുകയും ചെയ്യും. അങ്ങനെയാണ് കുട്ടികളുടെ മനസ്സിൽ ആ അധ്യാപകന്മാർ ശാശ്വത സംസ്കാര സ്തംഭങ്ങളായി മാറുന്നത്. അപ്രകാരത്തിൽ ഭാഷാധ്യാപകർക്ക് ഒരു വലിയ
സ്ഥാനമുണ്ട് വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്നും അങ്ങനെയുള്ളവരും ഇല്ലാതില്ല. പക്ഷേ എന്ത് വായിക്കുമ്പോഴും ഏത് വിധത്തിൽ വായിക്കുമ്പോഴും അതിലെ ആശയങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയും നമ്മുടെ ജീവിത രീതിയെ മാറ്റിമറിക്കുകയും നമ്മുടെ ഉള്ളിൽ വിപ്ലവാത്മകമായ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴല്ലാതെ വായന അർത്ഥപൂർണമാകുന്നില്ല. നമുക്ക് വായിക്കാൻ ധാരാളം പുസ്തകങ്ങളുണ്ട്, എന്നാൽ നമുക്ക് വായിക്കാൻ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഒരു പുരുഷായുസിനുള്ളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ പുസ്തകങ്ങളും വായിച്ച് തീർക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ വായനയിൽ സെലക്റ്റീവ് ആവുക, കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം വായിക്കാൻ ശ്രമിക്കുക. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ വായിക്കാനുള്ള സുലഭമായ സന്ദർഭമാണിത്. ഈ ദിവസങ്ങളുണ്ടല്ലോ, ഈ ദിവസങ്ങളെ ഏറ്റവും ഉന്മേഷഭരിതമാക്കുവാൻ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന നമ്മളുടെ ഗ്രന്ഥശാലയിലുള്ള നമ്മുടെ ബുക്ക് ഷെൽഫിലിരിക്കുന്ന പുസ്തകങ്ങളെ സമീപിച്ചാൽ മതി. അവ നമ്മുടെ കരലാളനത്തിന് വേണ്ടി, മാനസികമായ പരിലാളനത്തിന് വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. ആ പുസ്തകങ്ങൾ സമ്മാനിക്കുന്ന മഹാകാശങ്ങൾ അത് സ്വന്തമാക്കുവാനുള്ള സന്ദർഭമായി ഈ ദിവസങ്ങളെ നിങ്ങൾ മാറ്റുക. വായന ലഹരി പിടിക്കും, വായന നാം അതിൽ മുഴുകട്ടെ എന്ന് ചങ്ങമ്പുഴയുടെ ആ വിഖ്യാതമായ വരികളെ നമുക്ക് മാറ്റിപ്പാടാം. വേദന ലഹരി പിടിക്കും, വേദന ഞാനതിൽ മുഴുകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ വായന ലഹരി പിടിക്കും, വായന നാം അതിൽ മുഴുകട്ടെ. അങ്ങനെ മുഴുകുമ്പോൾ ഹൃദയത്തിൽ നിന്നും പുതിയ മുരളീരവങ്ങൾ ഉണ്ടാകട്ടെ, പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ, ജീവിതത്തിന് നവങ്ങളായ അർത്ഥതലങ്ങൾ ഉണ്ടാകട്ടെ.